സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും കഴിഞ്ഞ അർദ്ധരാത്രിയിൽ ആലപ്പുഴ ഹരിപ്പാട് മദ്യലഹരിയിൽ ഇരട്ട സഹോദരങ്ങളായ സൈനികരുടെ പരാക്രമം. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ സൈനികർ പോലീസിനെയും ആശുപത്രി ജീവനക്കാരെയും മർദ്ദിച്ചു. ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഹരിപ്പാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആദ്യം രാത്രി 10:30 ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങരയിലെ ബാറിൽ വെച്ചാണ് ഇരട്ട സഹോദരങ്ങൾ അനന്തുവും ജയന്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അവിടെ നിന്നും ബാർ ജീവനക്കാർ അവരെ പിന്തിരിപ്പിച്ചു വിടുന്നു. പിന്നീട് അമിത വേഗത്തിൽ വാഹനമോടിച്ച് പുറത്തേക്ക് വന്ന ഇരുവരുടെയും വാഹനം ഡിവൈഡർ ഇടിച്ച് അപകടം സംഭവിക്കുന്നു. പിന്നീട് പോലീസ് എത്തി വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, കഴിഞ്ഞ രാത്രി 10:30 ബാറിൽ തുടങ്ങിയ അതിക്രമം പിന്നീട് ആശുപത്രി വരെ നീളുന്നു. ഈ ഒരു മദ്യലഹരിയിലാണ് ഇവർ ഈ പരാക്രമം കാണിച്ചതെന്ന് നാട്ടുകാരും ആശുപത്രി ജീവനക്കാരും പോലീസും അടക്കം പറയുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ടോം, ഇന്നലെ രാത്രി 10:30 ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങര ജംഗ്ഷനിലെ ഒരു ബാറിൽ വെച്ചാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമാകുന്നത്. അവിടെ വെച്ച് നങ്ങ്യാർകുളങ്ങര സ്വദേശികളായ ഇരട്ട സഹോദരങ്ങൾ ആയ അനന്തനും ജയന്തനും ഇവർ രണ്ടുപേരും ഈ ബാറിൽ വെച്ച് ആദ്യം ബാർ ജീവനക്കാരുമായാണ് തർക്കം തുടങ്ങുന്നത്. മദ്യലഹരിയിലായ ഇവർ രണ്ടുപേരും സൈനികരാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവർ ബാറിൽ വെച്ച് തർക്കമുണ്ടായി. അവിടെ നിന്നും ഒരു വിധത്തിൽ ബാർ ജീവനക്കാർ ഇവരെ പറഞ്ഞു വിടുന്നു. അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നീട് ഇവർ ഓടിച്ചിരുന്ന വാഹനം കാർ കൊണ്ടുവന്ന് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. ഇടിച്ച് അവിടെ നാട്ടുകാർ കൂടിയതിനു ശേഷം ഇവർ മദ്യലഹരിയിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ഇവർ രണ്ടുപേരെയും വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടത്. ഇവർ രണ്ടുപേരെയും ഹരിപ്പാട് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ശേഷം ഇവർ രണ്ടുപേരും പോലീസിന് വഴങ്ങുന്നില്ല. കാരണം രണ്ടുപേരും അത്രയും മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും സൈനികരാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആശുപത്രി ജീവനക്കാർക്ക് നേരെ ഇവരുടെ കയ്യേറ്റമുണ്ടായി എന്ന് പോലീസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ വന്ന ആളുകൾ, അതായത് ഇവരുടെ ഒരു ലഹരിയിലുള്ള ഇവരുടെ അത്രമാത്രം പെർഫോമൻസ് ഇവരവിടെ കാണിച്ചു എന്നുള്ളതാണ്. പോലീസുകാർ 4-5ഓളം പോലീസുകാർ ഒരുമിച്ച് പിടിച്ചിട്ടും ഇവർ രണ്ടുപേരും വഴങ്ങാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് വെല്ലുവിളിക്കുന്നുണ്ട് ആളുകളെ. അത്തരത്തിൽ ആളുകളെ വെല്ലുവിളിക്കുകയും കൈകാര്യം ചെയ്യുമെന്നുള്ള ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആശുപത്രിയിലകത്തുണ്ടായ പിടിവലിക്കിടയിൽ ആശുപത്രിയുടെ ഒരു ഡോറിന് കേടുപാടുണ്ടായിട്ടുണ്ട്. പോലീസുകാർക്കും പോലീസുകാരെയും കയ്യേറ്റം ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. പിന്നീട് ആശുപത്രിയിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന ബലപ്രയോഗത്തിനൊടുവിലാണ് ഇവരെ രണ്ടുപേരെയും മെഡിക്കൽ എടുത്ത് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. വിവിധ വകുപ്പുകൾ പോലീസ് ഉദ്യോഗസ്ഥരെയും ആശുപത്രി ജീവനക്കാരെയും മർദ്ദിച്ച വകുപ്പിൽ ഇവർക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ഇരുവർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ജോലി ചെയ്യുന്നവരാണ്. എന്തായാലും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് സൈനികരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ രണ്ടുപേരും, ഒരാൾ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ജോലി ചെയ്യുന്നവരാണ്. ഇത് സൈന്യത്തിന് തന്നെ നാണക്കേടുണ്ടാകുന്ന സംഭവമാണ്. സാധാരണ നമ്മുടെ ഇന്ത്യൻ സൈന്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അഭിമാനിക്കും. പക്ഷേ ഇവരുടെ ഭാഗത്ത് നിന്ന് ലജ്ജാകരമായ
ഒരു പ്രവൃത്തിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടി, കേസിനപ്പുറം ഒരു തുടർ നടപടി എന്തായിരിക്കും? ഇവർ ജോലി ചെയ്യുന്ന വിഭാഗത്തിന് സേനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടടക്കം നൽകാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? ഇതിനകത്ത് ടോം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തിന്റെ കാവലാളായി നിൽക്കുന്ന സൈനികരുടെ ഭാഗത്ത് നിന്ന് അവരാണ് ഏറ്റവും മാതൃകയായി നിൽക്കുന്ന ആളുകളാണ്. അവരുടെ ഭാഗത്താണ്, രണ്ട് സൈനികരുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായത് എന്നുള്ളതാണ് ഇവരുടെ വാഹനം ഓടിക്കലടക്കം അവിടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. മറ്റുള്ളവർക്ക് വളരെയധികം അപകട സാഹചര്യം ഒരുക്കുന്ന രീതിയിലായിരുന്നു ഇവർ വാഹനം ഓടിച്ചു പോയത് എന്നുള്ളതാണ്. അവസാനം അത് ഡിവൈഡറിൽ കൊണ്ട് ഇടിച്ച് കയറ്റുകയും ചെയ്തു. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ മദ്യപിച്ച് ബാറിൽ തുടങ്ങിയ തർക്കം പിന്നീടും അത് അവസാനിപ്പിക്കാതെ അലക്ഷ്യമായി വണ്ടി ഓടിച്ചുകൊണ്ട് നാട്ടുകാർക്ക് കൂടി അപകടമുണ്ടാക്കുന്ന രീതിയിലാണ് രണ്ടുപേരും മുന്നോട്ട് പോയത്. അതിനുശേഷമാണ് ഇവര് ആ ഡിവൈഡറിൽ ഇടിച്ച് അവിടെ വീഴുന്നത് നാട്ടുകാർ കൂടുകയും അപ്പോഴും ഇവർ രണ്ടുപേർക്കും ആളുകൾക്ക് വഴങ്ങാത്ത രീതിയിൽ മറ്റുള്ളവരുടെ കയ്യേറ്റം ചെയ്ത രീതിയിലുള്ള പ്രകൃതമാണ് ഇവരെ കാണിച്ചത്. അതാണ് നാട്ടുകാർ പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് എത്തി. ഈ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, 4-5ഓളം പോലീസുകാർ അർദ്ധരാത്രി ഇവരുമായി കടന്ന് മൽപ്പിടുത്തം പിടിക്കുകയാണ്. അതിനുശേഷമാണ് ഇവർ ആശുപത്രിയിൽ മെഡിക്കൽ എടുക്കാൻ തയ്യാറാകുന്നില്ല, മറ്റു കാര്യങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറാകുന്നില്ല, നിയമ നടപടികൾക്ക്. കാരണം രാജ്യത്തിന്റെ 2 സൈനികരാണ് ഈ നിയമപരമായ നടപടിക്രമങ്ങൾക്ക് മുന്നിൽ ഇത്രയും അധികം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ട് സ്വാഭാവികമായിട്ടും അവരുടെ തൊഴിലിനെ അതടക്കം ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു ക്രിമിനൽ ഒഫൻസ് 2 പേരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിക്കൽ അടക്കം, അതായത് സർക്കാരിന്റെ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ വന്നിട്ടുള്ളത്, രാജ്യത്തിന്റെ 2 സൈനികർക്കെതിരെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇവരുടെ ജോലിയെ ബാധിക്കുന്ന തരത്തിലൊക്കെ ഈ കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ജോലിക്ക് നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഒരു സൈനികനായി ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ അത്തരം പോലീസ് ക്ലിയറൻസ് അടക്കമുള്ള പരിശോധനകൾ എല്ലാ കാലത്തും നടക്കുന്നതുമാണ്. സ്വാഭാവികമായും ഇത് അവരുടെ ജോലിയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പോലീസുമായി അത്രയധികം മൽപ്പിടുത്തം അവിടെ നടക്കുകയും കയ്യേറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും പോലീസും ആ രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെ നൽകാൻ സാധ്യതയുള്ളൂ. തീർച്ചയായും. കാരണം നമുക്കറിയാം ശരണ്യ, ഈ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് ഒരു സൈനികന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു അദ്ദേഹത്തെ ആക്രമിച്ചു എന്നത് സംബന്ധിച്ചുള്ള ഒരു ആക്രമണ തിരക്കഥ സൃഷ്ടിക്കുന്നത്. പിന്നീട് അത് സേനയിൽ നിന്നും അദ്ദേഹത്തിനെതിരെ നടപടികൾ ഉണ്ടാകുന്നു. ഇവിടെ ഈ 2 സഹോദരങ്ങൾ കാട്ടിക്കൂട്ടിയ പരാക്രമം സ്വാഭാവികമായ ഒരു സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടാണ്. വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നേരത്തെ ബാറിലാണ് ഇവർ ആദ്യം പരാക്രമം നടത്തിയത്. അവിടെ അതിനുശേഷം ആശുപത്രിയിലും. ഇവരുടെ ഈ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരുക്കുണ്ടോ? ഈ ആശുപത്രി ജീവനക്കാരും പോലീസും പരാതി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ബാർ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഈ സൈനികർക്കെതിരെ പരാതികൾ വന്നിട്ടുണ്ടോ? നിലവിൽ ബാർ ജീവനക്കാർ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം അവിടെ വെച്ച് പ്രശ്നമുണ്ടായി, അവിടെയുള്ള ആളുകൾ കൂടിച്ചേർന്ന് ഇവരെ 2 പേരെയും പറഞ്ഞയക്കുമായിരുന്നു. തുടക്കത്തിൽ ഇവർ പ്രകോപനപരമായി പ്രവർത്തിച്ചു തുടങ്ങിയത് ബാറിൽ തന്നെയാണ്. 10 കൂടി ആ ബാറിൽ ഇവരൊരു പ്രകോപനപരമായ സംസാരം ഉണ്ടാവുകയും പിന്നീട് അത് മറ്റു രീതിയിലേക്ക് മാറുകയും ചെയ്തതോടുകൂടി അപ്പോൾ തന്നെ ബാർ ജീവനക്കാർ ഇടപെട്ട് ഇവർ 2 പേരെയും ആ ബാറിൽ നിന്ന് പുറത്തേക്ക് വിട്ടു. അവിടെ നിന്ന് ബാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ 2 പേരും നല്ല ഇതിലായിരുന്നു എന്നുള്ളതാണ്, അതായത് നല്ല ലഹരിയിലായിരുന്നു എന്നുള്ളതാണ് ബാർ ജീവനക്കാരും നമ്മളോട് വ്യക്തമാക്കുന്നത്. കാരണം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഇവർ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട ആളുകൾ തന്നെ അത് ഭയങ്കര അപകട സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവർ പോകുന്നത് എന്നുള്ള രീതിയിൽ പരാതി പറഞ്ഞിരുന്നു. അക്കാര്യങ്ങൾ നാട്ടുകാർ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ രീതിയിൽ, അതായത് അപകടം ഉണ്ടാക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ ശരിവെക്കും രീതിയിൽ തന്നെയാണ് ഇവർ ഡിവൈഡറിലേക്ക് വന്ന് ആ വണ്ടി ഇടിച്ച് കയറ്റുകയും ചെയ്തിട്ടുള്ളത്. അത് ആ സമയം ഇപ്പോൾ ഏകദേശം അർദ്ധരാത്രിയോളം ആയിട്ടുണ്ട്. അത്രയും സമയം ഇവർ 10:30 ബാറിൽ പ്രശ്നമുണ്ടായ ശേഷം അത്രയും സമയം ഇവരിങ്ങനെ പുറത്ത് 2 പേരും ആ രീതിയിൽ ഇവർ നടക്കുകയാണ്. അതിനുശേഷം നങ്ങ്യാർകുളങ്ങര എത്തിയപ്പോഴാണ് അവിടെ വെച്ച് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അവിടെ അപകടത്തിൽപ്പെട്ടപ്പോഴും നാട്ടുകാർ അവിടെ കൂടിയപ്പോഴും അവരോടും പ്രകോപനപരമായ രീതിയിലാണ് പെരുമാറിയത് എന്നുള്ളതാണ്.
തുടർന്ന് അങ്ങനെ പ്രകോപനപരമായ സാഹചര്യത്തിലാണ് നാട്ടുകാർ പോലീസിനെ, രണ്ടുപേരും നല്ല പോലെ ലഹരിയിലായിരുന്നു, മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് നാട്ടുകാരെ പോലീസിനെ വിവരം അറിയിക്കുന്നത്. നാട്ടുകാരെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തുന്നത്. പക്ഷേ വന്ന നൈറ്റ് ഡ്യൂട്ടിയിൽ വന്ന പോലീസുകാർക്ക് ഇവരെ കൈകാര്യം ചെയ്യാൻ വയ്യാത്ത രീതിയിൽ അത്രമാത്രം ഇവരെ അകത്തേക്ക് കൊണ്ടുപോയി ടെസ്റ്റിന് കൊണ്ടുപോകാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവർ അത്രയും മൽപ്പിടുത്തം ഇവരുമായി പോലീസുകാരുമായി കടന്ന് കാണിച്ചു എന്നുള്ളതാണ്. അത് ആശുപത്രിയുടെ പുറത്ത് കാണിച്ചു. അതിനുശേഷം അകത്തേക്ക് പോയി അകത്തേക്കുള്ള പിടിവലിക്കിടയിലാണ് ആ ഡോർ ഉൾപ്പെടെ പിന്നെ ആശുപത്രിയുടെ വാതിലിന് ഉൾപ്പെടെ കേടുപാടുകൾ ഉണ്ടാവുകയും ജീവനക്കാർക്ക് നേരെ കയ്യേറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ കർശന നടപടിയിലേക്ക് പോലീസ് നീങ്ങുമെന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഇടയ്ക്ക് ഇതുപോലെ തന്നെ വ്യാജമായ ഒരു കേസ് ഉണ്ടായിരുന്ന ഒരു സൈനികരുമായി ബന്ധപ്പെട്ട് അതിന് മുമ്പ് സൈനികരെ ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസിൽ വലിയ പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിനകത്ത് എന്തായാലും ഇവരുടെ ഭാഗത്ത് കൃത്യമായ ദൃശ്യങ്ങൾ അടക്കമുണ്ട്. ഇവരെന്ത് പ്രകടനമാണ് അവിടെ കാണിച്ചു എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ടോം, ദൃശ്യങ്ങളടക്കം തെളിവുകളടക്കം ഈ സൈനികർക്കെതിരെ പുറത്തു വന്നിട്ടുണ്ട്. ആലപ്പുഴ കായംകുളത്ത് പോലീസും സൈനികരും തമ്മിലാണ് ഏറ്റുമുട്ടിയതെങ്കിൽ കൊല്ലം കുണ്ട്രയിൽ ഗുണ്ടകളും പോലീസും തമ്മിലാണ്